ഉപ്പും മുളകും എന്ന് പറഞ്ഞ സീരിയൽ വഴി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശിവാനി എന്ന് പറഞ്ഞ ആ ഒരു പുള്ളിക്കാരിയുടെ ഒരു റീല് ഞാൻ ഈ ഇടയ്ക്ക് കാണാനായിട്ട് ഇടയുണ്ടായി. അപ്പോൾ ആ ഒരു റീല് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷെ ആ റീലിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും പല പല പ്രശ്നങ്ങളും. അതായത് ഈ കമന്റ് ബോക്സിനകത്ത് എഴുതിയേക്കണ പലരും പറയണതെന്ന് പറഞ്ഞ് ഈ റീലിന്റെ പ്രശ്നം എന്നുള്ള രീതിക്കാണ് അത് പറയുന്നത്. ഞാനത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതെന്ന് നോർമലി, അതായത് നോർമലി ഒരു ഡാൻസ് കളിക്കുന്ന ഒരു റീല് പോലത്തെ ഒരു റീല് തന്നെയായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് എവിടെയും ഒരു മോശം പറയാനുണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഒരാൾക്ക് അത് കാണുമ്പോഴത്തേക്കും മോശം പറഞ്ഞുകൂടാ എന്നൊന്നും ഞാൻ പറയില്ല. കാര്യം അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ അവരവർക്ക് കാണുമ്പോഴത്തേക്കും അത് മോശം പറയാ. പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഭവം കണ്ടിട്ട് സെക്ഷുവലൈസ് ചെയ്തും അതേപോലെ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കമന്റ് ഒക്കെ അതിന്റെ അടിയിൽ കൊണ്ട് കൊട്ടറേന്ന് എനിക്ക് മനസ്സിലാവുള്ള. അപ്പൊ നമുക്ക് ഇതിന്റെ അടിയിൽ വന്നേക്കുന്ന കുറച്ച് കമന്റുകൾ, അതായത് ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കമന്റുകൾ ഞാൻ ഒന്നും എടുക്കല്ല. പക്ഷേ എന്നാലും നമുക്ക് അതിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകൾ എനിക്ക് തോന്നിയതും നമുക്ക് ആ കമന്റ് വായിച്ചിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇവൾക്കൊക്കെ എന്തിന്റെ സൂക്കേടാണ്, കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് ഈ കമന്റ് ഇട്ട നിനക്ക് എന്തിന്റെ സൂക്കേടാണ്? അല്ലെ അവരവരുടെ അക്കൗണ്ടിനകത്ത് അവരുടെ റീല്, അവരുടെ ക്യാമറ, അവർ വീഡിയോ എടുത്തിട്ട് ഇടുന്നു. അത് കാണുമ്പോഴത്തേക്ക് അഭിപ്രായം പറയാം. പക്ഷെ എന്തിന്റെ സൂക്കേടാണെന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പൊ ഈ ഒരു ചോദ്യം തന്നെ വേണമെങ്കിൽ എനിക്ക് നിന്നോട് ചോദിക്കാല്ലേ. കാര്യം അത് കാണുമ്പോഴത്തേക്ക് നീ അത് പബ്ലിക്കായിട്ടാണ് ഇട്ടേക്കണം ഈ കമന്റ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ചോദിക്കണേ, നിനക്ക് എന്തിന്റെ സൂക്കേടാ? അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യുന്നു. നീ അവർക്ക് ഇഷ്ടമുള്ളത് നീ കണ്ടിട്ട് നീ അവർക്ക് എന്ത് സൂക്കേടാണെന്ന് ചോദിക്കുന്നത് നിന്റെ സൂക്കേടാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത കമന്റ് നോക്കുകയാണെങ്കിൽ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ശിവാനി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും കുറെ എണ്ണം വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കമന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എപ്പോഴും ഒരാൾ ഒരു ക്യാരക്ടർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കില്ല അയാൾ ജീവിതകാലം മൊത്തം. അതായത് ഞാൻ അവിടെ ഒരു സിനിമയിനകത്തോ ഒരു സീരിയലിനകത്തോ ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് എൻ്റെ ജന്മം മൊത്തം ഞാൻ അതേപോലെ തന്നെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എന്ത് മണ്ടത്തരമാണ്. കാര്യം നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യും. അവരവരുടെ ലൈഫായിട്ട് അവർ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നു. ഇവരിപ്പോഴും ആ പഴയ അവിടെ തന്നെ നിൽക്കണേ. ആ ഉപ്പുമുളക് ഉണ്ടായ ആ ഒരു സമയത്ത് തന്നെ ഇവരിപ്പോഴും നിൽക്കണേ. ഇവരാരും ഈ മുമ്പോട്ടേക്ക് വന്നില്ല. അതായത് ആ പഴയ ശിവാനിനെ ഓർത്തിട്ട് തന്നെയാണ് ഇവർ നിൽക്കുന്നത്. അതിനൊന്നും ആവശ്യമില്ല. കാര്യം അവർ ഇനിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് നിങ്ങൾ ഏറ്റെടുത്തു. അല്ലാണ്ട് ഈ പഴയ ക്യാരക്ടറിനെ പിന്നെയും പൊക്കി പിടിച്ചിട്ട് നടക്കണേനും കാര്യം അത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കുക, അത് അവിടെ കിടന്നോട്ടെ. പക്ഷെ എന്നും പറഞ്ഞിട്ട് അവർ ഇപ്പം മൂവ് ഓൺ ചെയ്യുമ്പോഴും പിന്നെ ആ പഴയ ക്യാരക്ടറിനെ വലിച്ചിട്ട് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നല്ല. നമുക്ക് അടുത്തൊരു കമന്റ് നോക്കുകയാണെങ്കിൽ, ഈ വീഡിയോ കൊള്ളത്തില്ലെങ്കിലും ആരും കൊള്ളത്തില്ല എന്ന് പറയരുത് കേട്ടോ. അതായത് അവൻ ഇൻഡയറക്ട്ലി കൊള്ളത്തില്ല എന്ന് പറഞ്ഞതാണ്. എല്ലാം ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനായിട്ടുള്ള ധൈര്യം ഇല്ലേ? അതവന് ഡയറക്റ്റ് പറയാനുള്ള, എന്നാൽ അവനത് കറക്കി കൂട്ടി പറയണതാണ്. അതായത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത്. അതായത് ഇൻഡയറക്ട്ലി പറയുന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് അവനങ്ങനെ ഊഹിക്കണാണ്. അതായത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ബാക്കിയുള്ളവരുടെ കാര്യം എന്തിനാണ് നീ അന്വേഷിക്കണതെന്നാണ് ഞാൻ ചോദിക്കണം. ഇനിയിപ്പോൾ അടുത്തൊരു കമന്റ് നോക്കണമെങ്കിൽ, വൈ ഡു പീപ്പിൾ സെക്ഷുവലൈസ് എവരിത്തിങ് ഇറ്റ്സ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെനിക്ക് ഒറ്റ മറുപടി പറയാനുള്ളൂ. ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് എങ്ങും പോയിട്ടില്ല. അത് നമ്മുടെ ഇടയിൽ തന്നെ കിടന്ന് കറങ്ങുന്ന ഒരു സാധനമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ തന്നെ എല്ലാവർക്കും പല അളവിനകത്താക്കിയ ഒരു സാധനമുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു എക്സ്ട്രീം അളവുള്ള കുറേ എണ്ണമാണ് ഇതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഈ ഓരോ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കമന്റുകളൊക്കെ ഇടുന്നത്. ഇപ്പം ഇവന്മാർക്കൊന്നും വീട്ടിനകത്തുള്ള ഇവന്മാരെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ഇവരൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുറപ്പിനകത്താണ് ഇവരൊക്കെ കൂടെ ജീവിക്കുന്നതെന്ന് തന്നെ. പിന്നെ ആണുങ്ങൾ മാത്രമല്ല ഈ കമന്റൊക്കെ ഇടുന്നത്, പെണ്ണുങ്ങളും ഇടുന്നുണ്ട്. ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ തന്നെ പെണ്ണുങ്ങളുടെയും കമന്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തൊരു കമന്റ് നോക്കണമെങ്കിൽ, എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് വൈറലാവുന്നില്ലല്ലോ ഈശ്വര. എൻ്റെ പൊന്നോ, എന്ത് ചെയ്തിട്ടും വൈറലാവുന്നില്ല എന്ന് ആരെയും പറയണം. അതായത് ഇപ്പോൾ അവരുടെ ഈ ഒരു ഡാൻസിൻ്റെ തന്നെ ആ റീലിൻ്റെ ലൈക്ക് നമ്മൾ എടുത്ത് നോക്കണമെങ്കിൽ 100K+ ലൈക്ക് ഉണ്ട്. ഇത്രയും ലൈക്കുള്ളൊരു റീല് കണ്ടിട്ടാണ് അവൻ പറയുന്നത് വൈറലാവുന്നില്ലല്ലോ എന്ന്. ഇവിടെ നീ ഒരു റീലോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു 1000 ലൈക്കെങ്കിലും നീ ആദ്യം മേടിച്ച് കാണിക്കുക. എന്നിട്ട് നീ പറ അവരുടെ റീല് വൈറലാവുന്നില്ല എന്ന് നീ എന്നിട്ട് പറ. അല്ലാണ്ട് ഈ അവരുടെ 100K ഉള്ള റീലിൻ്റെ അടിയിൽ ചെന്നിട്ടാണ് അവൻ പറയുന്നത് 100K ലൈക്കാണ്. അപ്പോൾ വ്യൂസ് എന്തോരം ഉണ്ടാവും നിങ്ങൾ ഊഹിച്ച് നോക്കണം. 100K ലൈക്കുള്ള വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടാണ് അവൻ പറയണത് വീഡിയോ വൈറലാവുള്ളത്. ഇനി അടുത്തൊരു കമന്റ് നോക്കുകയാണെങ്കിൽ, ഞാൻ ബ്ലഡ് ക്യാൻസർ രോഗിയാണ്, എന്നെ ഫ്രണ്ട് ആക്കാൻ പറ്റുമോ എല്ലാവർക്കും? ബ്ലഡ് ക്യാൻസർ രോഗി ആയതുകൊണ്ട് നിന്നെ എന്തിന് ഫ്രണ്ട് ആക്കണം? അത് ഞാൻ ചോദിക്കട്ടെ, നിന്നെ ഫ്രണ്ട് ആക്കാനായിട്ടുള്ള ക്രൈറ്റീരിയയാണ് നിന്റെ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും ആ ഒരു അസുഖത്തിനൊന്നും പറയണില്ല. പക്ഷെ ഇവൻ്റെ ഈ കമന്റിനെയാണ് ഞാൻ പറയുന്നത്. അതായത് നിനക്ക് അസുഖം ഉണ്ടെങ്കിൽ അന്നും പറഞ്ഞിട്ട് എല്ലാവരും നിന്റെ ഫ്രണ്ട് ആവണം. അത് എന്തൊരു ഇതാണ്. അപ്പോൾ ആ ഒരു കമന്റ് ഞാൻ ചുമ്മാ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനടിയിൽ വേണം ഈ സെക്ഷുവലൈസ് ചെയ്തിട്ടുള്ള ഈ കമന്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും? ഇപ്പോൾ ഈ ഒരു കമന്റുകളിനകത്ത് ഞാൻ അവിടെ സെക്ഷുവലൈസ് ചെയ്തിട്ടുള്ള കമന്റുകൾ എടുത്തിട്ടില്ല. കാര്യം നമ്മൾ എന്തിനാണ് വെറുതെ പിന്നെയും വലിച്ചെടുത്ത് പൊക്കുന്നതെന്ന്
വിചാരിച്ചിട്ടാണ്, പുള്ളിക്കാരിയുടെ ഏജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാ. അപ്പൊ ഈ ഒരു കമന്റുകളൊക്കെ ഇടുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അത് അവരുടെ റീല് അവരുടെ കാശ് കൊടുത്തിട്ട് അവർ മേടിച്ച് ക്യാമറ വെച്ചിട്ട് അവർ റീൽ ചെയ്യുന്നു, അവർ എഡിറ്റ് ചെയ്ത് ഇടുന്നു അവരുടെ അക്കൗണ്ടിനകത്ത്. അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഭിപ്രായം പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാം. എന്നും പറഞ്ഞിട്ട് അതിനൊരു മാന്യതയുടെ ഒരു അളവ് പോലുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ചെന്നിട്ട് കമന്റ് ഇടാനായിട്ടുള്ള സ്വാതന്ത്ര്യം ആർക്കും ഇല്ല. അപ്പൊ എനിക്ക് അത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.